5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. മിസ്റ്റർ എം സ്വരാജ്, നാണമില്ലേ, ഉളുപ്പില്ലേ? ഞാനിത് ചോദിക്കുന്നതിന് 1 മിനിറ്റ് മുമ്പ് താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ഫോൾഡറിൽ, താങ്കളുടെ ഫോൾഡറിലാണോ താങ്കളുടെ സുഹൃത്തുക്കളുടെ ഫോൾഡറിൽ ഒരു പോസ്റ്റർ വന്നു. താങ്കൾ പറയുകയാണ് PDP പഴയ PDP അല്ല, അവർ ഇപ്പോൾ വർഗീയവാദിയല്ല. മിസ്റ്റർ എം സ്വരാജ്, താങ്കൾ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് രാജിവെക്കണം. താങ്കൾ EMSൻ്റെയും EK നായനാരുടെയും P കൃഷ്ണമുള്ളുടെയും AKജിയുടെയും സുന്ദരയ്യയുടെയും പോലെയുള്ള മഹാരഥന്മാരുടെ പാർട്ടിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ, താങ്കൾ മാർക്സിസം ലെനിനിസം കയ്യിൽ കൊണ്ടു നടക്കുന്ന ആളാണെങ്കിൽ, താങ്കളുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു തരുമ്പെങ്കിലും മാർക്സിസം ഉണ്ടെങ്കിൽ താങ്കൾ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറണം. താങ്കളുടെ പാർട്ടിയോട് പറയണം, എന്നെക്കൊണ്ട് ഇത് പറയിക്കരുത്, ഞാനിത് പറയില്ല, എനിക്ക് അങ്ങനത്തെ വോട്ട് വേണ്ട, ഒരു വർഗീയവാദിയുടെയും വോട്ട് എനിക്ക് വേണ്ട. പറയാൻ ധൈര്യമുണ്ടോ? നിങ്ങളിത് പറയുമ്പോൾ, ഞാനിത് പറയുമ്പോൾ സ്വരാജിനെതിരെ പറയുന്നത് തോന്നരുത്. അപ്പുറത്ത് ജമാഅത്ത് ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും സതീശൻ തോളോട് ചേർത്ത് നിർത്തിയിട്ടുണ്ട്. സതീശനും പറയുന്നു, ഇന്നലത്തെ ജമാഅത്ത് ഇസ്ലാമി അല്ല ഇന്നത്തെ ജമാഅത്ത് ഇസ്ലാമി എന്നുള്ള നിലയിലൊക്കെ സതീശന്റെ പ്രസ്താവനയും വന്നിട്ടുണ്ട്. അപ്പോഴാണ് അൻവർ വരുന്നു SDPIയെ കുറിച്ചും. അവരെല്ലാ സംഘടനകളായിക്കോട്ടെ, അവരൊന്നും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ല എന്ന് മാത്രമല്ല, അവരൊക്കെ വർഗീയ തീവ്രവാദം പറയുന്നവരാണ്. അങ്ങനെ വർഗീയ തീവ്രവാദം പറയുന്നവരെ ഇടത്തും വലത്തും സ്വതന്ത്രനും എല്ലാവരും കൂടി കയ്യിലെടുത്ത് വെച്ചിട്ട് ഒരു വർഗീയ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് അവിടെ നടത്തിയിട്ട് നിങ്ങൾ എന്ത് വികസനമാണ് നടത്തുന്നത്? നിങ്ങൾ ആദിവാസികളെ കാണുന്നില്ലേ? ഗ്രോവാസുവിന്റെ സമരം കാണുന്നില്ലേ? വന്യജീവിയുടെ വീട്ടിൽപ്പെട്ട അനന്തു മരിച്ചത് നിങ്ങൾ കാണുന്നില്ലേ? മുട്ടിന് മുട്ട് ഭ്രാന്ത് പറയുന്ന, നട്ടഭ്രാന്ത് പറയുന്ന ഒരു വനം മന്ത്രി എന്താണ് പറയാ? അദ്ദേഹം രാവിലെ എന്ത് പറയുന്നു, ഉച്ചയ്ക്ക് എന്ത് പറയുന്നു, വൈകുന്നേരം എന്ത് പറയുന്നു? യാതൊരു ധാരണയില്ലാത്തൊരു വനം മന്ത്രി. പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന്റെ പ്രശ്നമെന്നറിയില്ല. അതോ സ്ഥാനം പോകുന്നുള്ള പേടിയാണോ? പിറുപിറുക്കും പലപ്പോഴും. ഒരിക്കൽ പറയുന്നതല്ല അദ്ദേഹം പിന്നെ പറയുന്നത്, ആദ്യം മാറ്റി പ്രസ്താവന ഇറക്കുന്ന. ആരെങ്കിലും ഒന്ന് എഴുതി കൊടുത്തെങ്കിൽ ഇത്ര മനോഹരമായിരുന്നു. ഒരിക്കൽ പറയുന്നതല്ല അദ്ദേഹം പിന്നെ പറയുന്നത്. അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ അവിടെ വന്യജീവി സംഘർഷം നടക്കുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ അവിടുത്തെ ആദിവാസികളുടെ സമരത്തെക്കുറിച്ചുമൊക്കെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും വർഗീയമായൊരു തെരഞ്ഞെടുപ്പായത് മാറ്റിക്കളഞ്ഞില്ലേ സ്വരാജെ? സങ്കടമുണ്ട്. നിങ്ങളൊരു ഇടതുപക്ഷക്കാരനാണെന്ന് പറയുവാൻ വേദനയുണ്ട്. മാത്രമല്ല, താങ്കൾ ചിന്തിക്കുന്ന സാംസ്കാരിക കേരളത്തിൽ EMS കഴിഞ്ഞാൽ MABB കഴിഞ്ഞാൽ അടുത്ത സാംസ്കാരിക നായകനായി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ്. ശരാശരി കമ്മ്യൂണിസ്റ്റുകാരനല്ല, ശരാശരി മാർക്സിസ്റ്റുകാരനല്ല. അപ്പോൾ താങ്കൾക്ക് ഉളുപ്പ് വേണം, നാണം വേണം. എന്ത് പറയാനാണ്? താങ്കൾക്ക് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് 12 കോടി രൂപ പൊതു ഖജനാവിൽ നിന്ന് കളഞ്ഞ്, കോടിക്കണക്കിന് ഇലക്ഷൻ കമ്മീഷനിൽ കളഞ്ഞിട്ട്, കോടിക്കണക്കിന് രൂപ ജനങ്ങളുടെ കളഞ്ഞ്, അധ്വാനം കളഞ്ഞ്, സമയം കളഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പ് 8, 9, 10 മാസത്തേക്ക് വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ, ഒരു MLAയുടെ അഭാവത്തിൽ രാജിവെച്ചതിൻ്റെ പേരിൽ തെരഞ്ഞെടുപ്പ് നടത്തപ്പോൾ എന്താണ് നിങ്ങൾ എല്ലാവരും കൂടി അവിടെ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കുന്നത്? ജനങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ, എന്തെങ്കിലും മതേതര ചിന്തയുണ്ടെങ്കിൽ, എന്തെങ്കിലും ഈ രാജ്യത്ത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെ ഒന്നിച്ച് ജീവിക്കണമെന്ന് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ പങ്കുവച്ച് രക്തത്തിന്റെ പങ്കിന്റെ കറയുടെ പങ്ക് വാങ്ങാൻ സ്വരാജയെ നിങ്ങൾ ഇതിൽ ഇറങ്ങിപ്പുറപ്പെട്ടതിൽ വിഷമമുണ്ട്, വേദനയുണ്ട്. ഇത് സ്വരാജിനോട് മാത്രമല്ല, മിസ്റ്റർ സതീശനായാലും അതുപോലെ അൻവർ ആയാലും ആരായാലും. ഒരു ഹിന്ദു മഹാസഭ വന്നിരിക്കുന്നു അവിടെ. ആരാണ് ഈ അഖില ഹിന്ദു മഹാസഭ? എല്ലാവരും കൂടി ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ വികസനത്തെ മാറ്റിവെക്കാൻ, പാരിസ്ഥിതിക വിഷയങ്ങളെ മാറ്റിവെക്കാൻ, വന്യജീവി സംഘർഷം മാറ്റിവെക്കാൻ, ആദിവാസികളുടെ പ്രശ്നങ്ങൾ മാറ്റിവെക്കാൻ, അവസാനം ചർച്ച ചെയ്ത് ഹിന്ദുവെന്നും മുസൽമാനെന്നും ക്രിസ്ത്യനെന്ന് പറഞ്ഞ് ആളുകളെ വേർതിരിച്ച് നിങ്ങൾ ഹിന്ദുക്കളെ വരൂ വോട്ട് ചെയ്യൂ, ക്രിസ്ത്യാനികളെ വരൂ വോട്ട് ചെയ്യൂ, നിങ്ങൾ മുസ്ലിങ്ങളെ വരൂ വോട്ട് ചെയ്യൂ, മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ആരും വരണ്ട, നിങ്ങൾ വോട്ടും ചെയ്യണ്ട, നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന, സാധാരണ വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നിടത്ത് മാറി നല്ല മനുഷ്യരുടെ വോട്ട് വേണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ മാറ്റിയെടുത്തതിന് സ്വരാജ്മാർക്ക് നല്ല നമോഭാഗം.